ഞാൻ ഒരു വേദഭാഗം നിങ്ങളെ കാണിക്കാം. രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാവിന്റെ പുസ്തകം 18-ാമത്തെ അധ്യായം 44, 45, 46. 7-ാം പ്രാവശ്യമോ അവർ ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നുവെന്ന് പറഞ്ഞു. മേഘം എങ്ങനെയായിരിക്കുന്നത്? ഒരു ചെറിയ കൈ പോലെ. ആ ചെറിയ കൈ പോലെ വന്നത് എന്നതാ? ഒരു ചെറിയ മേഘം. ആഹാബും ഇസബേലും അവളുടെ പ്രവാചകന്മാരും ജാതീയ ആരാധനകൾ ദേശത്തുയരുന്ന സമയത്ത് ഒരുത്തൻ തമ്പുരാന്റെ കൃപയാൽ വെളിപ്പെട്ടു. രാജാവിന്റെ പുസ്തകം 17-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞു മഴയും ഉണ്ടാകില്ല. ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടില് മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. ഞാൻ പറയുന്ന ദൈവസന്നിധി വന്നാൽ ഒന്നാമത് ഉച്ചാരണത്തിന് വ്യത്യാസം വരണം. കേൾക്കുമല്ലോ? ഉച്ചാരണത്തിന് വ്യത്യാസം വരണം. ഏലിയാവിനെ നോക്ക. ഏലിയാവ് പറയുക, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. ദൈവത്തെ സേവിച്ചാല ദൈവത്തിന്റെ ഒരു പവർ നമ്മളിലേക്ക് വരും. ദൈവത്തെ സേവിച്ചാൽ ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് വരും. ദൈവത്തെ സേവിച്ചാൽ ദൈവാത്മാവിന്റെ നിറവ് നമ്മളിലേക്ക് വരും. ഹൃദയം നിറഞ്ഞ് കവിയുന്നതാ, ഹൃദയത്തിലൂടെ വെളിപ്പെട്ടു വരുന്നതാ. ഹൃദയത്തിൽ ദൈവമുണ്ടെങ്കിൽ അവൻ ഏലിയാവിന്റെ വായിക്കകത്ത് ഒരു അധികാരമുണ്ട്. ഏലിയാവിന്റെ വായിക്കകത്ത് അവന്റെ ഉച്ചാരണത്തിനൊരു വ്യത്യാസമുണ്ട്. ലോകക്കാരി പറയുന്നത് പോലെ എല്ലാം പറയുന്നതാ. മഞ്ഞ് പെയ്യണമെങ്കിൽ, മഴ പെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടല്ലാതെ നടക്കത്തില്ല. എല്ലാവരും പറയുമല്ലോ, എന്നറിയോ? കർത്താവുമായി ചേർന്നാൽ അവനുമായിട്ട് ഒരാത്മാവാ. ഇവിടെ പറയുന്ന വാക്ക് തന്നെ ശ്രദ്ധിച്ചോ. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. വലിയ സൈന്യമുള്ള രാജാവിന്റെ വീട്ടിൽ ചെന്ന് പറയുക, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞ മഴയും പെയ്യത്തില്ല. ദൈവത്തെ സേവിച്ചാലോ നിന്റെ ഉച്ചാരണം മാറും. ദൈവത്തെ സേവിച്ചാലോ അവൻ അസാമാന്യമായ ഓരോ ധൈര്യം നിറയ്ക്കുന്നവന്റെ നിറവാ ഇങ്ങനെയുള്ളവരുടെ മേലെ കൈമാറുന്നതാ. ഇങ്ങനെയുള്ളവരില്ല ഈ നിറവ് ഇറങ്ങി വരുന്നതാ. അത് ധൈര്യമായി വെളിപ്പെടും. അതാണ് ഉച്ചാരണത്തിൽ വെളിപ്പെടും. ിരിക്കുന്ന എത്ര പേർക്ക് ഒരു ധൈര്യമുണ്ട്? ആമേ സോദരം. നമ്മളെ ചുറ്റിക്കുന്ന ചിലതിനെ നോക്കിയിട്ടാ, വലയ്ക്കുന്ന ചിലതിനെ നോക്കിയിട്ടാ, നശിപ്പിക്കുന്ന ചിലതിനെ നോക്കിയിട്ടാ അവൻ ഇന്ന പകൽക്കാല അവൻ ദൈവത്തിന്റെ ശക്തിയോടെ അതിനുള്ള അഭിഷേകത്തില് ഒന്ന് വിരലി ചൂണ്ടാനായിട്ട് ശങ്കര ദൈവവേലയ്ക്കെതിരെ നിൽക്കുന്നതാ, ആത്മീയ കൂട്ടായ്മയ്ക്കെതിരെ നിൽക്കുന്നതാ, കൂടിവരവിന്റെ വിടുതലിന് വിരോധമായി നിൽക്കുന്നതാ, ആത്മാക്കളുടെ ഇടയില ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടുന്നതിന് തടസ്സമായി വ്യാപരിക്കുന്ന ചില മന്ത്രവാദ ശക്തികളുടെ മുമ്പിൽ വിരലുകൊണ്ട് ശക്തിയോടെ ചില ഉച്ചരിക്ക് ഇന്ന് പകല് അവരുടെ അഭിഷേകമുള്ളവരാ അതൊന്ന് ശക്തിയോടെ ഉപയോഗിച്ച് ഒന്നാമത്തെ ക്ലാസ് കഴിഞ്ഞപ്പം ഏലിയാവിന് ഇച്ചിരി ധൈര്യമായി. സ്തോത്രം. അപ്പൊ അല്ലാണ്ട് വെള്ളം നിന്നു. സ്തോത്രം. അപ്പോ ഇറച്ചി കാക്കയിൽ നിന്നു. സ്തോത്രം. പ്രൈസല്ലോ. തമ്പുരാന്റെ ശബ്ദം മാത്രം നിന്നില്ല. ആ ദൂതനായി സ്തോത്രം പറഞ്ഞേ. എന്നൊക്കെ നിന്നാലും ദൈവശബ്ദം നിൽക്കാത്തവനായി സ്തോത്രം. എന്തൊക്കെ വരവ് നിന്നാലും ആരൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും
ദൈവ ശബ്ദം കാതിലുള്ളവർക്ക് സ്വതന്ത്രയാ. കൂട്ടത്തിൽ നിന്ന് പർവ്വതങ്ങൾ മാറിയേക്കാം, ആ കുന്നുകൾ നീങ്ങിപ്പോയേക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലവും ശബ്ദം കാതിൽ കേൾക്കുന്ന ഏലിയാവേ, ദൈവം നിന്നെ ഫ്രഷൻ ചെയ്യുകയാ. ആമേൻ. നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സരാഫത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ളൊരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ എഴുതിയത് ശ്രദ്ധിക്കണമേ, സീദോനോട് ചേർന്ന സരാഫത്ത്. ഇസബേൽ എഴുതുകാരി എന്നറിയാമോ? സീദോൻകാരിയ. ആ സീദോൻകാരിയെ തകർക്കുവാൻ അവിടെ കൊണ്ടിട്ട് നമ്പരാൻ ഏലിയാവിനെ ഫാഷൻ ചെയ്തെങ്കിൽ ചില അന്ധകാരങ്ങളെ മണ്ഡലങ്ങളെ തകർക്കാൻ ഒന്നും മനസ്സിലാകാതെ പക്ഷേ പറയാം. ചില രോഗപ്പോരിനെ തകർക്കാൻ നിന്നെ രോഗത്തിനിട്ട് ഫാഷൻ ചെയ്യും. കടഭാരത്തിന്റെ പിശാചിനെ തകർക്കാൻ നിന്റെ ജീവിതത്തിൽ കടഭാരം വിട്ട് ദൈവം ഫാഷൻ ചെയ്യും. നൂറ് മനസ്സിലാകുന്ന സ്തോത്രമാണ്. ചില അന്യായ ബന്ധനങ്ങളെ തകർക്കാൻ ആ ബന്ധനത്തിലൂടെ കാണാതെ വിട്ട് ദൈവത്തിനെ ഫാഷൻ ചെയ്യും. ദൈവാത്മാവ് അങ്ങനെ നടത്തുന്ന ചില ദിനാതിരിപ്പുണ്ട്. ചിലതിനെ തകർക്കാനാ ആ ചെങ്ങല നിന്റെ കയ്യെ വീണതാ. ചില ബന്ധനങ്ങളെ തകർക്കാനാ. പൗലോസേ, ശീലാസേ, നിന്റെ കയ്യിൽ കിടക്കുന്ന ചെങ്ങലയെ നീ കണ്ടല്ലോ. എന്നാൽ അത് പൊട്ടുമ്പോൾ അതിനകത്തുള്ള ആയിരങ്ങളുടെ ചെങ്ങല പൊട്ടുവാനുള്ള അഭിഷേകത്തോടെയാ അവൻ ആ വിടുതലിന്റെ മേൽ ഇറങ്ങാൻ പോകുന്നു. മനസ്സിലാകുന്നവരെ സ്വന്തം ചെയ്തു ദൈവത്തിനെ ഫാഷൻ ചെയ്യുകയാണ്. അറിയാവുന്ന യോസഫ്, ഈ യോസഫിന്റെ ജീവിതത്തില് ഭീകരമായ കഷ്ടതകളാണ്. എന്നാൽ താൻ വിടുതൽ പ്രാപിക്കുമ്പം ആയിരക്കണക്കിന് കഷ്ടങ്ങളിരിക്കുന്നവരെ വിടുവിപ്പാനുള്ള ദൈവകൃപയോടെയാ താൻ പുറത്തു വരുന്നതാണ്. വെളിപ്പെടുന്നവർക്കായി സ്വന്തം കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയെയും ഉള്ള വാക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ കഷ്ടങ്ങളെ പ്രശംസിക്കുകയാണ്. ആ കഷ്ടത ഒരു വരമാകുന്നേ, ആ കഷ്ടത ഒരു വിടുതലാണ്. നമ്മളിൽ ആരെങ്കിലും ഒരാളാണ് നമ്മള് ആ വീടിന്റെ വാതിക്കലോട്ട് ചെന്നു. വാതിക്കെ ചെല്ലുമ്പോൾ ഒരു അമ്മച്ചി വിറക് പെറുക്കിക്കൊണ്ടിരിക്കുന്നു. ചേച്ചല്ലോ വിറക് പെറുക്കിക്കൊണ്ടിരിക്കുന്ന അമ്മച്ചിയെ കണ്ടു. നമ്മൾ ഉടനെ പ്രേക്ഷകരോട് പറഞ്ഞു, പ്രേക്ഷകരോട് അമ്മച്ചി സ്തോത്രം. അമ്മച്ചിയും ഉടനെ പ്രേക്ഷകരോട് പറഞ്ഞു. ചേച്ചല്ലോ അടുത്തത് നമ്മൾ പറയുക സ്തോത്രം, അതെ കുടിക്കാൻ ഇച്ചിരി വെള്ളം വേണം. അതിനെ ഇപ്പോഴത്തെ നല്ല വാസേ എന്ന് പറയുന്ന നേരെ അകത്തോട്ട് കയറിപ്പോയി. പോകുന്ന വഴിക്ക് നമ്മൾ വിളിച്ചു പറയുക, തിരിച്ച് പോരുമ്പം ഒരപ്പം കൂടെ എടുത്തോണേ. അകത്ത് നിന്നോണ്ട് അമ്മച്ചി വിളിച്ചു പറയുക, എന്റെ പൊന്നു വാസേ ആകെ ഉള്ളത് ഒരു പിടി മാവാ, അത് ഞങ്ങൾ നിന്നേച്ച് ചാകാനിരിക്കുക. ഏലിയാവിന്റെ മനസ്സിൽ കിടക്കുന്നതാ, നിന്നെ പോറ്റാൻ ഞാൻ അവളോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഏലിയാവിന്റെ മനസ്സിൽ കിടക്കുന്നത് ഗോഡോണി ചാക്കി കിടക്കിന് മാവ് കിടപ്പുണ്ട്. കാരണം പോറ്റാൻ കൽപ്പിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞ. അപ്പം ചാക്കി കിടക്കിന് മാവ് ഗോഡോണി കിടപ്പുണ്ട്. ക്രൈസ്തവല്ലോ, അല്ലെങ്കിൽ ദൈവം അങ്ങനെ പോറ്റാൻ കൽപ്പിച്ചെന്ന് പറയത്തില്ലല്ലോ. ക്രൈസ്തവല്ലോ, പക്ഷെ അകത്ത് നിന്ന് കേൾക്കുന്ന ശബ്ദം തന്റെ ധാരണയെ മുഴുവൻ തകർക്കുക. ഒരു വഴി മാവാവട്ടെ, അത് നിന്നെ ഞങ്ങൾ ചാകാനിരിക്കുക. ദൈവം ഫാഷൻ ചെയ്യുന്നവർക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ഫാഷൻ ചെയ്യുന്നവർക്കായി സ്തോത്രം. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാ, ആമേ സ്തോത്രം. ധാരണകൾ, വിവരങ്ങളാ നിന്നെ തെറ്റിക്കാനാ. സത്യം വേറെയുണ്ട്, വിവരങ്ങൾ നിന്നെ തെറ്റിക്കാനാ. എന്നാൽ സത്യം വേറെയുണ്ട്. ആ ഭവനത്തിലെ മാവ് വറ്റാതെ എന്നെ കുറയാതെ ഓറ്റുന്ന ദൈവശക്തി. വിവരങ്ങൾ നിന്നെ തെറ്റിക്കാൻ വേണ്ടിയാ. അല്പം ആവേയോ എന്ന് പറഞ്ഞ വിവരം നിന്നെ തെറ്റിക്കാൻ വേണ്ടിയാ. സ്തോത്രം. ഞാൻ വിളിക്കുന്ന എല്ലാവരും വിളിച്ചു പറയാം, ക്രിസ്തീയ ജീവിതത്തിൽ വിവരം കേട്ട് ചതിക്കപ്പെടരുത്. വിവരങ്ങൾ നിന്നെ തെറ്റിക്കാൻ വേണ്ടിയാ.
നീ കടഭാരത്തിലാണെന്ന് പറയും. ബാങ്കിൽ നിന്ന് ചിലപ്പോൾ ജപ്തി നോട്ടീസ് നിനക്ക് വരും. ആമേൻ. നിനക്കെതിരെ വാറണ്ട് വന്നെന്ന് വരും. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അതെല്ലാം വെറും വിവരം മാത്രമാ. സത്യം വേറെ കിടപ്പുണ്ട. സത്യം, നീ ദൈവത്തിന്റെ പൈതലാ. അവന്റെ രക്തം കൊണ്ട് നിന്നെ വിലയ്ക്ക് വാങ്ങിയതാ. നീ വിശേഷതയുള്ളവനാ. നീ വിലയേറിയവനാ. ദൈവം നിന്നെ പണിയുന്നതാ. വിവരം കേട്ട് ചതിക്കപ്പെടരുത്. ക്ഷാമമാണെന്ന് വിവരം പറയുമ്പോ ദൈവത്തിന്റെ ശബ്ദം പറയുന്നതാ, നിന്നെ അവിടെ പോറ്റാൻ ദൈവം പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. ചിലരുടെ ചിന്തകളെ മാറ്റുകയാ, ചിലരുടെ ധാരണകളെ മാറ്റുകയാ. വിവരത്തേക്കാൾ വലിയ ദൈവിക സത്യത്തിലേക്ക് ദൈവം തന്നെ കൊണ്ടുവരികയാ. വിവരം കേട്ട് ചതിക്കപ്പെടരുത്. അകത്ത് ഒരു മണി മാവേ ഉള്ളെന്ന് പറയുമ്പോ അത് കേട്ട് ചതിക്കപ്പെടരുത്. ദൈവ ശബ്ദം കേട്ട് ബലപ്പെട്ടോണം. ദൈവത്തിന്റെ ശബ്ദം ഓർത്ത് സ്തോത്രം ചെയ്തോണം. അവനതിനെ പോറ്റാൻ അവരടച്ചുറപ്പാക്കി. സ്തോത്രം. ശരിയാണ്. യാദവസ്തുള്ള വാക്യമാണ്. സ്വർഗത്തിലെ ദൈവം ഇസ്രായേലിന് വേണ്ടി തുറന്നപ്പോ ഏറ്റവും വലിയ വാതിലും തുറന്നു. യഹോവന്റെ കുഞ്ഞു വാതില് അടച്ചുറപ്പാക്കുമ്പോ വിവരം കേട്ട് നീ ഭാരപ്പെടരുത്. സത്യം വേറെ ഉണ്ടാവും. ഒരു വലിയ വാതിൽ, എലിയാവിനെ ബലപ്പെടുത്തുക, എലിയാവിനെ മൂർച്ച വയ്ക്കുക, എലിയാവിനെ ഫാഷൻ ചെയ്യുക. എന്തിനാണെന്നറിയാവോ? എലിയാവൻ നിനക്കൊരു ശുശ്രൂഷ കർമ്മേലിലുണ്ട്. നിനക്കൊരു ശുശ്രൂഷ പ്രവാചകന്മാരുടെ, കള്ളപ്രവാചകന്മാരുടെ മുമ്പിലുണ്ട്. അതിനെ കനപ്പിച്ചുകൊണ്ടിരിക്കുകയാ. ഇല്ലാത്ത മാവും പാത്രത്തില് മാവുണ്ടാകുമെങ്കില ഇല്ലാത്ത ജീവനെ ശരീരത്തിൽ കൊണ്ടുവരാനോ ദൈവത്തിന് കഴിയും. ഒരാളുടെ ദേഹത്ത് ഭൂതം കയറി എന്ന് വിചാരിക്കുക. പിശാച് കയറിയ പേശല്ലോ. ഈ പിശാച് കയറിയപ്പം മുതല് ഇയാളങ്ങ് ഉണങ്ങി വരണ്ട് അവൻ നശിക്കാൻ തുടങ്ങും. ഹലോ, നമുക്കറിയാം, ഊമനായ ഭൂതം കയറിയവൻ, അവന്റെ അതോടെ ഈ ഭൂതം കയറിയപ്പോ ഇവൻ മിണ്ടുകയല്ല. കാരണം എന്നാ? ഊമനായ ഭൂതം കയറിയ പിന്നെ മിണ്ടത്തില്ല. സ്തോത്രം. ചെകിടനായ ഭൂതം കയറിയവൻ പിന്നെ കേൾക്കാൻ മേല. കാരണം എന്നാ? ചെവി അടിച്ചുകൊണ്ട് ആ ഭൂതം നിൽക്കുക. സ്തോത്രം. എന്നാൽ ആ ലിസ്റ്റങ്ങ് മാറ്റി വെച്ചത് ജ്ഞാനത്തിന്റെ ആത്മാവ്, ബലത്തിന്റെ ആത്മാവ്, ശക്തിയുടെ ആത്മാവ്, ധൈര്യത്തിന്റെ ആത്മാവ്. ഇവിടിരിക്കുന്ന ജനതയെ നോക്കി ഞാൻ വിളിച്ചു പറയാം, ദൈവത്തിന് മാവ് മാത്രമല്ല വർദ്ധിപ്പിക്കാൻ കഴിയുന്നത്. അമേശ്വര ചത്തു പോയെന്ന് പറയുന്നതിനകത്ത് ജീവനും കൊടുത്ത് വർദ്ധിപ്പിക്കാൻ കഴിയും. ദൈവത്തിന് മാവ് വർദ്ധിക്കാൻ മാത്രമല്ല അറിയാവുന്നത്, അവന്റെ ജീവനിറങ്ങിയ മരിച്ചെന്ന് പറയുന്ന കണ്ണ്, മരിച്ചെന്ന് പറയുന്ന കാല്, മരിച്ചെന്ന് പറയുന്ന അവയവത്തിന് നിന്റെ മരിച്ച വിഷയങ്ങളില് ജീവൻ തരം കഴിവുള്ള ഒരു ദൈവമുണ്ട്. ഇത്രയും പരിപാടി കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ അരുളപ്പാട്, നീ ചെന്ന് ആഹാബിന് നിന്നെ തന്നെ കാണിക്കുക. ഒളിച്ചിരുന്ന ഏലിയാവ് ദൈവത്തിന്റെ കയ്യിൽ ഫാഷൻ ചെയ്തപ്പെട്ടപ്പോൾ ഒളിച്ചിരുന്ന ഏലിയാവിനെ കൊണ്ട് നടന്ന് ദൈവം ഫാഷൻ ചെയ്തപ്പോൾ യഹോവയോട് കൂടെ ഇരുന്ന് ഏലിയാവ് കനച്ചപ്പോ
വീട്ടിൽ രാജാവിന് മുമ്പിൽ നിൽക്കാനുള്ള ധൈര്യമായി, മന്ത്രവാദികളുടെ മുമ്പിൽ നിൽക്കാനുള്ള ധൈര്യമായി, ദൈവപ്രതിഫലിപ്പിക്കാനുള്ള ധൈര്യമായി. എലിയാവിനെ നിങ്ങൾ നോക്കിയാൽ എലിയാവ് താഴേന്ന് തുടങ്ങുക. കെരീത്തിനോടെന്ന് പറയുമ്പോൾ അറിയാലോ, അന്ന് എല്ലായിടത്തും വെള്ളമൊന്നും ഇല്ലാതിരിക്കുക. അപ്പൊ ഏറ്റവും താഴെയുള്ള ഒരു സ്ഥലമാണ് കെരീത്തിനോട്. താഴേന്ന് തുടങ്ങിയിട്ട് സരാപത്ത് എന്ന് പറയുന്ന സമഭൂമിയിലോട്ട് വന്നു. യേശുവല്ലോ അവിടെ വന്ന് കർമ്മേലെന്നുള്ള മലയിലോട്ട് കയറി. ദൈവവൈദ്യന്റെ ജീവിതം മുന്നോട്ടാ. അതേ കർത്താവ് കൂട്ടത്തെ കുറയ്ക്കത്തില്ല. നിന്റെ ജീവിതത്തിൽ ചിലർ കൂട്ടിച്ചേർത്ത ദൈവം വലുതാക്കത്തെ ഒരു വിശ്വാസം കൊണ്ടല്ല, അധ്വാനം കൊണ്ടല്ല, ബന്ധുബലം കൊണ്ടല്ല. ഞാൻ സേവിച്ചു നിൽക്കുന്നു. ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്നത് പുറകോട്ടല്ല, ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്നത് മുന്നോട്ടായതുകൊണ്ട് 2016 സ്വർഗത്തെ നിങ്ങളെ കൊണ്ടുവന്നപ്പോ ഉള്ളതിനേക്കാൾ അധികമായി ദൈവകൃപയുടെ പേരിട്ട് 2017 വരുമ്പോൾ നിനക്കൊരു വിശാലത തരുമെന്ന് വിശ്വസിക്കുന്നവന് കരമടിച്ച് സ്തോത്രം ചെയ്യാം. യഹോവയെ സേവിച്ച ഏലിയാവിന്റെ ഗ്രാഫം നോക്കിക്കേ. കെരീത്തെന്ന് പറയുന്ന താഴെ, അങ്ങനെ പറയാൻ പറ്റത്തില്ല. കെരീത്തെന്ന് പറയുന്ന താഴെ, പിന്നെ സരാപത്ത് എന്ന് പറയുന്ന സമഭൂമി, പിന്നെ കർമ്മേലെന്ന് പറയുന്ന മല. സ്തോത്രം. ദൈവത്തെ സേവിക്കുന്ന ദൈവവൈദ്യനെ ഓരോ വർഷം ചെല്ലുന്നു എഴുതിയിട്ടോ ഇവനോ അറിയാൻ, ഇവനെ അന്വേഷിക്കാൻ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും. അതോടൊപ്പം എന്റെ ദൈവത്തിന്റെ വിശ്വസ്തത, ജീവനും ഭക്തിക്കും ആവശ്യമായത് ഒക്കെ ഇല്ലെന്ന്. നിന്റെ ബുദ്ധി കൊണ്ടുണ്ടാകുമെന്ന് നീ വിചാരിക്കണ്ട, നിന്റെ കഴിവ് കൊണ്ടുണ്ടാകുമെന്ന് വിചാരിക്കണ്ട. ദൈവത്തെ സേവിച്ചാൽ മതി, നിർമ്മലമായി സേവിച്ചാൽ മതി, അതിന് സമയം എടുത്താൽ മതി. നീ പോലും അറിയാതെ നിന്റെ താഴ്വരയിൽ നിന്ന് ദൈവം നീ ഉയർത്തുക, നിന്റെ സമഭൂമി കൊണ്ടുവരാ. നീ പോലും അറിയാതെ പർവ്വതത്തിന് മീതെ നിർത്തേ. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയാൽ സേവിക്കുന്നവരുടെ ഗ്രാഫ് നോക്കിയാൽ അറിയാം. ഇനി ഒന്നുകൂടെ പറയാം, ഇന്ന് പകൽക്കാലം ഈ ദൈവം വിശ്വസനായതുകൊണ്ട് നമ്മെ ഇന്ന് ഈ സമഭൂമിയിൽ ഇരുത്തിയിരിക്കുന്നത്. ആമേൻ. ഇന്ന് പകൽക്കാലം ആ താഴ്വരയിലെ തെറ്റ് വന്നത്, അങ്ങനെ ആ സമഭൂമിയിലെ നന്മ കാണുവാൻ ഇടയായത് ഈ ദൈവം വിശ്വസനായതുകൊണ്ട്. കർമ്മേലിൽ തീ ഇറക്കി. അഹാബിന്റെ മന്ത്രവാദികളുടെ മുമ്പില്, സബേലിന്റെ മന്ത്രവാദികളുടെ മുമ്പില് അവരെല്ലാം വിളിച്ചു വരുത്തിയിട്ട് അവരുടെ മുമ്പിൽ നിന്ന് ഏലിയാവ് തീയാക്കി. അവനുമായി ഒരാത്മാവാകുക, ഈ കർത്താവുമായി ഒരാത്മാവാകുക. അങ്ങനെയുള്ളവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഈ വേദപുസ്തകത്തിന്റെ പ്രത്യേകത, ഇത് വായിച്ചു തുടങ്ങിയാൽ, ഈ വേദപുസ്തകം വായിച്ചു തുടങ്ങിയാൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ അത്ഭുതം ചെയ്യുന്ന ദൈവത്തെ കാണാം. ഇനി ഇച്ചിരൂടെ സൂക്ഷിച്ചു നോക്കിയാൽ അത്ഭുതം ചെയ്യുന്ന മനുഷ്യരെ കാണാം. ദൈവത്തെ സേവിച്ചവരെ കൊണ്ട് ദൈവം അത്ഭുതം ചെയ്യിക്കാൻ തുടങ്ങി. ദൈവത്തെ സേവിച്ച അബ്രഹാം, ദൈവത്തെ സേവിച്ച സാറ, ദൈവത്തെ സേവിച്ച ഇസ്ഹാഖ, ദൈവത്തെ സേവിച്ച യോസഫ്, ദൈവത്തെ സേവിച്ച മോശ. കൂടി വരിക, അതിന്റെ പവർ കൂടുക. യോശുവ പവർ കൂടുക, പവർ കൂടുക, കരം കൂടുക. കാലം വരുമ്പോൾ ശക്തി കൂടുക. കർമ്മേലിലോ ഏലിയാവ് തീയാക്കി. ബാലിന്റെ പ്രവാചകന്മാരുടെ മുമ്പില്, സെബേലിന്റെ പ്രവാചകന്മാരുടെ മുമ്പില്, അഷേരിന്റെ പ്രവാചകന്മാരുടെ മുമ്പില് ഏലിയാവ് തീയാക്കി. നമ്മളിപ്പോ വായിച്ച ഭാഗത്തേക്ക് കടന്നു വരുമ്പോ അതിന്റെ 44-ാമത്തെ വാക്യം, ദേശത്ത് മഴയില്ല. ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യത്തില്ലെന്ന് പറഞ്ഞതാ. സ്തോത്രം. അടയ്ക്കാൻ താൻ പ്രാർത്ഥിച്ചെങ്കിൽ തുറക്കാനും താൻ പ്രാർത്ഥിച്ചു.
സ്തോത്രം, 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 സ്തോത്രം. ഞാൻ ഒന്ന് പറയാം, പ്രാർത്ഥിച്ചാൽ ചിലതടയും. നിന്റെ ജീവിതത്തിന് നേരെ വരുന്ന ശാപശക്തികള്, ദുർഭൂത പോരുകള്, നിന്നെ വലയ്ക്കുന്ന അന്യായ വ്യാപാരങ്ങള്, നിന്റെ വഴി തടയുന്ന പോരുകള്, അവരെ പ്രാർത്ഥിക്കുന്നവരെ അടയ്ക്ക്. നിന്റെ വഴികളെ പ്രാർത്ഥിച്ചു നോക്കാം. അവരെ ആകാശത്തിലെ വാതിൽ തുറക്കണമേ, ആകാശത്തിലെ വാതിൽ തുറക്കണമേ. ഒന്ന് പ്രാർത്ഥിച്ചു, ഒന്നും കണ്ടില്ല. രണ്ടാമത് പ്രാർത്ഥിച്ചു, പറഞ്ഞയച്ചു, ഒന്നും കണ്ടില്ല. മൂന്നാമത് പ്രാർത്ഥിച്ചു, പറഞ്ഞയച്ചു, ഒന്നും കണ്ടില്ല. നാലാമത് പ്രാർത്ഥിച്ചു, പറഞ്ഞയച്ചു, ഒന്നും കണ്ടില്ല. ബാല്യക്കാരൻ വരുമ്പോ പറയുന്നത് ഒന്നുമില്ലെന്ന് പറഞ്ഞാ വരുന്നത്, ഒന്നുമില്ലെന്ന് പറഞ്ഞാ വരുന്നത്. പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരുവന്റെ അകത്ത് ദാമേന ശബ്ദം മുഴങ്ങുക ഇല്ല, ഉളവാകുന്നുണ്ട്. ഒരത്ഭുതം സംഭവിക്കുന്നുണ്ട്, ഒരു വിടുതൽ സംഭവിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന നിന്നിലാണ് ആദ്യം മേഘം ഉണ്ടാകേണ്ടത്. പ്രാർത്ഥിക്കുന്ന നിന്നിലാണ് ആദ്യം മഴ ഉണ്ടാകേണ്ടത്. പ്രാർത്ഥിക്കുന്ന നിന്നിലാണ് ആദ്യം വിടുതൽ സംഭവിക്കേണ്ടത്. പ്രാർത്ഥനയെ കുറിച്ച് വേദപുസ്തകം പറയുന്നത്, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. വിവരം പറയുകയോ ഒന്നുമില്ലെന്ന്, വിവരം പറയുക ഒന്നുമില്ലെന്ന്. ഞാൻ എനിക്ക് നന്നായി അറിയാം, വിവരം പറയുന്ന അല്ല വിശ്വസിക്കേണ്ടത്, വചനം പറയുന്ന വിശ്വസിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്ന ഒരു സ്വർഗമുണ്ട്. എന്റെ നിലവിളി അവന്റെ ചെവിയിലെത്തി. വചനം പറയുന്നത് ആമേൻ, സ്വന്തം ദൈവത്തിന്റെ ചെവിയില് എന്റെ പ്രാർത്ഥന എത്തിയിരിക്കുകയാ. ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്നത് ശ്രദ്ധ വെച്ച് കേട്ടോ. ആമേ, വിവരം പറയുന്നത് മേഘം ഒന്നും വന്നില്ലെന്ന, ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന. എന്നാൽ സത്യം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ചെവിയിലെത്തി. ദൈവം ശ്രദ്ധ വെച്ച് കേട്ടോ. അബ്രഹാം സഖാക്കളുമായിട്ട് മലയുടെ ഈ വശം കയറുമ്പോൾ മോനെ യഹോവ കരുതിക്കൊള്ളും, യാഗമൃഗത്തെ യഹോവ കരുതിക്കൊള്ളും എന്ന് പറഞ്ഞ ഈ സൈഡിലൂടെ കയറുമ്പോൾ മറുപടിയായ മൃഗം, മറുപടിയായ ആട്ടുകൊറ്റ മറു സൈഡിലൂടെ കയറി വരികയാ. ിരിക്കുമ്പോൾ നിന്റെ മറുപടിയുടെ മേഘം അത് നിനക്ക് വേണ്ടി മറുഭാഗത്ത് വെളിപ്പെടുകയാ. ഒരു ബാല്യക്കാരൻ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചു പോകത്തില്ല. ഒരു ഡോക്ടർ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ക്ഷീണിക്കത്തില്ല. ബാങ്കിൽ നിന്ന് ഒരു കടലാസ് വന്ന് പറയാൻ ക്ഷീണിക്കത്തില്ല. ആരെങ്കിലും ഒരു നോട്ടീസ് എനിക്കെതിരെ അയച്ചെന്ന് പറയാൻ ക്ഷീണിക്കത്തില്ല. ആരെങ്കിലും ഒരു അപവാദം എനിക്കെതിരെ പ്രചരിപ്പിച്ചെന്ന് പറഞ്ഞ ഞാൻ ക്ഷീണിക്കത്തില്ല. സത്യം വരുന്നുണ്ട്, സത്യം വരുന്നുണ്ട്, സത്യത്തിന്റെ മേഘം അടങ്ങുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവമേ, ദൈവത്തിന്റെ മാനം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ കരുതല നിനക്ക് വേണ്ടി വരുന്നുണ്ട്. പോയി നോക്ക, പോയി നോക്ക. ഇതാ കടലിൽ നിന്ന് ഒരു ചെറിയ കൈപ്പത്തി പോലെ ഒരു മേഘം കാണുന്നു. നിനക്ക് വേണ്ടി ഒരു മറുപടി വരെ വെളിപ്പെടാൻ പോകുന്നുണ്ട്. ആമേൻ. ഒരു മേഘം, ഒരു മേഘം, ചെറിയ കൈപ്പത്തി പോലെ ഒരു മേഘം. ബാല്യകാലം പിന്നെയും മനസ്സ് പഠിപ്പിക്കുക. എന്നാ പറയുന്നറിയോ? വലിയ പ്രതീക്ഷയുടെ വകയൊന്നുമില്ല, വലിയ പ്രതീക്ഷയ്ക്കുള്ള വകയൊന്നുമില്ല. മേഘം ചെറിയ മേഘമാണ്. ബാല്യക്കാരുടെ പരിപാടി നോക്കണം. ഇത്രയും നേരം പോയിട്ട് അവൻ പറഞ്ഞ ഒന്നുമില്ലെന്നാ. ജയിച്ചല്ലോ. ഇപ്പൊ അവൻ പറയുക ഉണ്ട്, ഒരെണ്ണം കാണുന്നുണ്ട്, പക്ഷെ പ്രതീക്ഷയ്ക്ക് വലിയ വകയൊന്നുമില്ല, ചെറിയ മേഘമാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന്
പകല വിവരമല്ല നീ നോക്കേണ്ടത്, അത് ചെറുതാണെന്നല്ല, അത് ദൈവത്തിന്റെ കരമാ. ആ കല്ലിന്റെ വലിപ്പമല്ല, ആ പച്ചത്താടിയലിന്റെ വലിപ്പമല്ല, അഞ്ചപ്പത്തിന്റെ വലിപ്പമല്ല, അതിന് പുറകിലൊരു ദൈവശക്തിയുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഉറപ്പ് പറയാ, അവനൊരു മേഘം പൊങ്ങിയിട്ടുണ്ട്, ഒരു മേഘം പൊങ്ങിയിട്ടുണ്ട്. മോസിച്ചതിനു വേണ്ടി, പ്രാർത്ഥിച്ചതിനു വേണ്ടി, ദൈവത്തിന്റെ കയ്യാൽ ഷേപ്പ് വരുത്തിയതിനു വേണ്ടി ഇവിടെ നിന്ന് ആരാധിച്ച സമയത്ത് ദൈവമകത്തിട്ട് അന്യഭാഷയുടെ ചില ചെറിയ മുറിയുണ്ടല്ലോ, ആ ചെറിയ കൈപ്പത്തി, ആ ചെറിയ കൈപ്പത്തി അത് ജീവിതത്തിൽ അത്ഭുതം നടത്താൻ പോകുന്നതാ, ജീവിതത്തിൽ അത്ഭുതം നടത്താൻ പോകുന്നതാ. ഇന്ന് പകൽ ആരാധിച്ചപ്പോ നിന്റെ കണ്ണൊന്നും നിറഞ്ഞില്ലേ? ആ സമയത്ത് ഇറങ്ങിയ അഭിഷേകമാ, ആത്മശക്തിയാ, അന്യായ ശക്തികൾക്കെതിരെ ശക്തമായ ആയുധം. ഈ നടക്കുന്ന ബാല്യക്കാരന് സ്തോത്രം നടപ്പേ വിധിച്ചിട്ടുള്ളൂ, സ്തോത്രം. എന്നാൽ പ്രാർത്ഥനയോടെ മുഴങ്കാലിലിരുന്നു. ദൈവത്തിന്റെ ശബ്ദം ഹൃദയത്തിൽ എത്തിയെടുത്ത ദൈവത്തിന്റെ മുഴക്കം, മഴയുടെ മുഴക്കം കാതിലേറ്റെടുത്ത, അത് ഹൃദയത്തിലേറ്റെടുത്ത ദൈവത്തിന്റെ പൈതൽ. കുഞ്ഞു കൈപ്പത്തി പോലുള്ള മേഘം, സ്തോത്രം. അതിനറിയാം ആരിൽ ഇറങ്ങണമെന്ന്. വഴി തെറ്റി ആരാധിച്ചെന്നിറങ്ങത്തില്ല, വഴി തെറ്റി ബാല്യക്കാരിൽ ഇറങ്ങത്തില്ല. വില കെട്ടിവെച്ചവനെ മുഴങ്കാലിലൂടെ തലവെച്ച മുട്ടയിരുന്ന ആ മഴയുടെ മുഴക്കത്തിന് വില കൊടുത്തവനെ, പ്രാർത്ഥനയില്ലാതെ നടക്കുന്നവൻ ആഴ്ക്കാലം നടക്കുമ്പോ പ്രാർത്ഥനയുള്ളവരെ ആഹാബിന്റെ രഥത്തിന് മുമ്പില് ദൈവം ഓടിക്കാൻ ദൈവത്തിന്റെ കരം നിന്റെ മേൽ ഇറങ്ങുകയാ, ആ മേഘം നിന്നെ മൂടുകയാ, ആ മേഘം നിന്റെ മേൽ